ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കാൻ പാകിസ്ഥാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഗുരുതരമായ നേത്രരോഗവും ഒപ്പം അനുബന്ധ പ്രശ്നങ്ങളും ഇമ്രാൻഖാനെ അലട്ടുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത്. അതേസമയം ഇമ്രാൻഖാനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഐസൻ ജോസ് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഐസൻ, സുപ്രീം കോടതി ഈ ഇമ്രാൻഖാന് ചികിത്സ അടിയന്തരമായി ലഭ്യമാക്കണമെന്ന ഒരു ഉത്തരവൊക്കെ ഇട്ടിരുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി? ഒപ്പം തന്നെ മതിയായ ചികിത്സ ലഭിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്താണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നവർ? രാഖി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് മതിയായ ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി വക്താവാണ് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയി, നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണുന്നത് പോലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഒരു കുത്തിവയ്പ്പ് നടത്തിയതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ച് ജയിലിലേക്ക്, അഡ്യാല ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വക്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം അത്തരത്തിലാണ് ലഭ്യമാവുകയും ചെയ്യുന്നത്. ഈ സെപ്റ്റംബർ 16 വരെ അദ്ദേഹത്തെ ആശുപത്രിയിൽ തുടരാൻ അനുവദിക്കണമെന്നൊരു നിലപാടായിരുന്നു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഗുരുതരമായ നേത്രരോഗങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്ന 74 വയസ്സ് പ്രായമുള്ള മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കൂടിയായ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ടെന്ന് കുറച്ച് ദിവസങ്ങളായി തന്നെ, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി, ഏതാണ്ട് 6 മാസത്തോളമായി റിപ്പോർട്ടുകൾ പുറത്തു വരികയും അദ്ദേഹത്തിന്റെ സഹോദരിമാരെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നും മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പോലും നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും 16-ാം തീയതി വരെ മതിയായ ചികിത്സ, സെപ്റ്റംബർ 16 വരെ മതിയായ ചികിത്സ ലഭ്യമാക്കുന്നതിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിമിഷങ്ങൾക്കകം ഒരു കുത്തിവയ്പ്പെടുത്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗൗരവതരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഗുരുതരമായ പ്രമേഹം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും അനുബന്ധമായ നേത്രരോഗങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇമ്രാൻഖാൻ ആശുപത്രിയിലാണ്, ഗുരുതരമായ നേത്രരോഗമാണ്, അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭ്യമാക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ ഒരു തൊഴിൽ നടപടി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഐസനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.